അത് മനസ്സിലായൊരു കുട്ടിയോട് ഞാൻ പറയണ്ട നിന്റെ പാൻറ് താഴെ കിടക്കുന്നത് നീ പിന്നെ മുറിച്ച് നേരെയാക്കണം, അവൻ താനെ നന്നാവും. കാരണം എന്താ അറിയോ, ഞാൻ ഒരു മുസ്ലിം കുട്ടിയാണോ, എനിക്കതിങ്ങനെ വലിച്ചാൽ അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ലായിരുന്നു, വൃത്തികെട്ടതാണ്, അത് സുഖമുള്ള സ്വഭാവമല്ല. ആ ഫാഷന് ഞാനില്ല. കഴുത്തിൽ ചെയിനിട്ട് ആ ചെയിന് 4 ആള് കാണാൻ വേണ്ടി അഴിച്ചിങ്ങനെ ബട്ടറിട്ട് അഴിച്ച് നടക്കണോ? എന്താ ഈ പറഞ്ഞ്? ചെയിന് ആണുങ്ങളെ സ്വഭാവമല്ല, പെണ്ണുങ്ങളതാ. ആഭരണം എന്നത് പുരുഷൻ്റെതല്ല, സ്ത്രീയുടേതാ. പിന്നെ ഞാൻ പെൺകോലം കെട്ടണോ? അതാണ്. പുരുഷന് മീശ വെക്കാൻ അനുവാദം നൽകിയിട്ട് 40 ദിവസത്തിലൊരിക്കൽ വെട്ടി എന്നാക്കിയാൽ മതി, അത് പുരുഷന്റെ അടയാളാണ്. ഇതും കൂടി വെട്ടിയൊക്കെ ചെത്തിരി ചേന മാതിരി നടക്കണോ? കണ്ട ആണാ വണ്ണാൻ തിരിയാതെ അവനെ നടത്തും വർത്താനും ഒക്കെ അങ്ങനെ തന്നെ. ആണ് പെണ്ണിന്റെ കോലത്തേക്ക് വലിയ താല്പര്യം, പെണ്ണ് ആണിന്റെ കോലത്തേക്കും വലിയ താല്പര്യം. ഇങ്ങനെ വരേണ്ടത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നാം നമ്മുടേതായ ഒരു വ്യക്തിത്വവും ഒരു സ്വന്തമായ ഒരു അവസ്ഥയുമുണ്ട്, അത് പാലിക്കാൻ താല്പര്യരാവുക, മറ്റൊന്നാവാൻ ശ്രമിക്കാതിരിക്കുക. ഉമ്മാന്റെ മുഖത്ത് നോക്കി ലജ്ജാവതി എന്ന് പാടുന്ന കുട്ടിക്ക് അവാർഡ് കൊടുക്കണ്ടേ? അല്ലേ? അവൾ നടന്നാൽ ഭൂമി കുലുക്കുന്ന ഒരു പഴയ പാട്ടുണ്ട്, അത് ഉമ്മാനെ നോക്കി പാടിയാലോ? തടിച്ച ഉമ്മാനെ നോക്കിയിട്ട് ഉസ്താദെ ഉസ്താദെ ഇത് പാടാൻ പറ്റുമോ? മദ്രസയിലെ സാഹിത്യ സമാജത്തിന് ചോദിക്കാണ്ട് പല കുട്ടികളും ഏതാ മോളെ ചോദിച്ചത് നന്നായി, എൻ്റെ കുട്ടി പാടേ പാട, കാരണം ആ ജാതിയാണ് പാട്ട്, ഞാൻ പറയുന്നില്ല പേര്. നമുക്ക് പാടാൻ വിഷമുള്ള കുട്ടിക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം. എൻ്റെ കള്ളക്കടക്കണ്ണിൽ നീ അപ്പൊ കള്ളക്കടക്കണ്ണ് എനിക്ക് പാടിക്കൂടാ, കാരണം കള്ളക്കടക്കണ്ണിന് ഒരു വൃത്തികേടുണ്ട്. അത് ആ പ്രായത്തിലോ ആ സമയത്തോ ഉള്ളവൻ അങ്ങനെ പറഞ്ഞോട്ടെ, ആ ഒരു സമയത്ത്. പക്ഷെ എനിക്കത് പാടി നടന്നുകൂടാ, എനിക്ക് ഈ ഡാൻസ് ചെയ്തുകൂടാ. ഞാൻ ഒരിക്കലും മാലാഖയുടെ ചിറക് വെച്ച് നടന്നുകൂടാ. ഞാൻ മാലാഖയല്ല, മലക്കൊരിക്കലും പെണ്ണിന്റെ കോലത്തിലല്ല. എൻ്റെ മകനും ഞാനും ഒരു മാലാഖയുടെ വേഷം കിട്ടി ആടില്ല. ഞാനൊരിക്കലും ഒരു നിലവിളക്കിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എൻ്റെ കലയും സാഹിത്യവും ആരംഭിക്കില്ല. എന്നെ അതിന് കിട്ടില്ല. ഞാനൊരു സംസ്കാരത്തിന്റെ പിന്തലമുറക്കാരനാണ്, പിന്തലമുറക്കാരിയാണ്. എൻ്റെ കുഞ്ഞിന് ഞാനതിന് സമ്മതിക്കില്ല, ഞാനത് ചെയ്യില്ല. എൻ്റെ കുട്ടിയുടെ പ്രായപൂർത്തിയായ എൻ്റെ കുട്ടിയുടെ തലയിൽ നിന്ന് മക്കനെ മാറ്റിയിട്ട് അവരൊരു പരിപാടി അവതരിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് ഒരു മുസൽമാന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത്. കാത്തു സൂക്ഷിക്കാൻ കുട്ടികളെ നിങ്ങൾ തയ്യാറാവുക, രക്ഷകർത്താക്കളെ നിങ്ങൾ അവരതിനെ പിന്തുണക്കുക. അതുകൊണ്ടൊരു നഷ്ടവും ഈ ദുനിയാവിൽ വരാനില്ല, പടച്ചവന്റെ പൊരുത്തവും മഹത്വവും എന്നുള്ളതല്ലാതെ. അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം കൂടി പറയണം. എനിക്കെന്താ അറിയാം, നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം കൂടി ഇസ്ലാമു എന്നൊക്കെ പറഞ്ഞാൽ ദുനിയാവിലെ സുഖങ്ങൾക്കൊക്കെ എതിരെ. ഇപ്പം അയാൾ സംസാരിച്ചപ്പോഴും കാര്യമായിട്ട് പാൻറ്റും മല്, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടുന്ന് എഴുന്നേൽക്കുക? പാൻറ്റൊക്കെ അങ്ങനെ ഇവിടുത്തെ ഇപ്പോൾ പൊറിക്കാൻ പറ്റില്ലല്ലോ. ഇത് ആൾ കാണും, ജയിച്ച് ഓഫ് ആക്കാൻ പറ്റുമോ? നിങ്ങൾ പോണതിൻ്റെ മുമ്പ് അതും പെയ്യാം. ഇരിക്കുന്നവൻ്റെ ചിന്ത ഇതാടി പറഞ്ഞത് കുടിക്കല്ലോ, നീ ബഹളത്തിലായിട്ട് പോകാൻ നിൽക്കുക, സാരല്ലടോ. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നടപ്പിൽ വരുത്തുക. മടക്കി വെക്കണം, നിസ്കരിക്കുമ്പോൾ മടക്കി വെക്കണം. എന്താണ്, ഞാനൊരു സംസ്കാരത്തിന്റെ ആളാടോ. ഇന്നലെ മുതൽ എനിക്കറിയാതെ പോയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയടോ. അതാണ് ആ പ്രായോഗികത. പറഞ്ഞത് വാക്യന്താരങ്ങൾ ഇസ്ലാമി ദുനിയാവിലെ സംസ്കാരങ്ങൾക്കോ സ്നേഹത്തിനോ സൗന്ദര്യത്തിനോ ഒന്നും എതിരല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സൗന്ദര്യവാനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കണ്ണാടിയൊന്നുമില്ല കേട്ടോ, കണ്ണാടിയൊന്നുമില്ല. വിരുന്നുകാരെങ്കിലും നബിയെ കാണാൻ വന്നാൽ നബി എന്താ ചെയ്യല്? ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് മുടിയൊക്കെ ചീകിയിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് പോവുക. ഒരു പാത്രത്തിൽ, ഹദീസിലെ വാചകം അത്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ച് ആ വെള്ളത്തിൽ തന്റെ മുഖച്ഛായ നോക്കി അന്ന് ഉപയോഗിച്ചിരുന്ന ചീർപ്പെടുത്ത് അതുകൊണ്ട് മുടിയൊക്കെ വാർന്ന് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാ പോവുക. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. പ്രവാചകന്റെ വാചകമാണ്. ഈ മുടി ഇങ്ങനെയൊക്കെ പറത്തി നടന്നവരോട് ചോദിച്ചു, ലേശ എണ്ണിട്ട് മിനുക്കി കൂടെ നനക്കിതൊക്കെ. ഒരിക്കലും എതിരായിട്ടില്ല. അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ സൗന്ദര്യങ്ങളും അലങ്കാരങ്ങളും നല്ല ഭക്ഷണ വസ്തുക്കളും ഒക്കെ നിഷിദ്ധമാണെന്ന് ആര് പറഞ്ഞടോ? അതിന്റെ യഥാർത്ഥ അവകാശികൾ നിങ്ങളല്ലേ എന്നാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിക്കുക നിങ്ങൾ, ഒരു വാക്കുകൂടി വിശദീകരിക്കാതെ പറഞ്ഞു വെക്കാൻ ഞാൻ. പടച്ചവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം പരലോകത്തെ സുഖത്തിന് മാത്രമാണ് ലഭിക്കുക, ഉപകരിക്കുക എന്നൊരു ചിന്തയുണ്ടല്ലേ, തെറ്റിദ്ധാരണയാ. ഈ ദുനിയാവിലും ഉപകരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു സമൂഹം
പരലോകത്തല്ല മാത്രമല്ല ജയിക്കുന്നത്, ഇവിടെയും ജയിക്കും. നമ്മുടെ പൂർവികന്മാർ ജയിച്ചത്, നേടിയത് അതിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഒരു മുസ്ലിമാണ് ഞാൻ എന്ന ബോധം മനസ്സിൽ നിറച്ചു വെക്കുക. ആ ബോധം പ്രകടിപ്പിക്കുക. ബാങ്ക് വിളിച്ചാൽ സ്കൂളിലായാലും എവിടെയായിരുന്നാലും നിസ്കരിക്കുക. രാത്രി ഇശാ നിസ്കരിക്കാൻ ഉമ്മ പലതവണ പറയണ്ട. നിങ്ങളമ്മാരും എനിക്ക് ഫോൺ ചെയ്തില്ല, പക്ഷെ എനിക്കറിയാം ഞങ്ങളെ പലരുടെയും സ്വഭാവം അതാണ്. ഒരു 10 പ്രാവശ്യം പറയണം നിസ്കരിച്ചടി, എന്നാലേ ഏശം നിസ്കരിക്കുള്ളൂ. സുബൈ പിന്നെ ബാത്റൂമും സ്കൂളും യൂണിഫോമായിട്ട് രക്ഷപ്പെടല. ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? നേരല്ലടോ. തനിയെ ഒരു ബോധം പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിക്കും 10 വയസ്സ് കഴിഞ്ഞൊരുത്തിന് ബോധമുണ്ടാവണം, ഞാനിതിൽ വീഴ്ച വരുത്താൻ പാടില്ല, ഇതെന്റെ ജീവിതത്തിന്റെ ചിട്ടയാണ്. നിങ്ങൾ നിത്യേന ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? ആ സമയം കൂടി കണക്ക് പഠിച്ചൂടെ? അല്ല, ഖുർആൻ പടച്ചവന്റെ വചനങ്ങളാണ്. ആ വചനങ്ങളുടെ ഒരു പ്രത്യേകത, അത് മനസ്സിലാക്കിയാൽ മനുഷ്യന്റെ മസ്തിഷ്കം വളരും. അത് വായിച്ചാൽ പോലും മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കും, നമ്മളറിയാതെ. കാരണം ആ വാക്കുകൾ പറഞ്ഞു വെച്ച പടച്ച റബ്ബാണ് നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്റെ വാക്കിന്റെ അർത്ഥം ഖുർആൻ പാരായണം ഒരു ശീലമാക്കി മാറ്റുമോ? ഇപ്പൊ പറഞ്ഞു പോകാനല്ല, എന്നും മഗ്‌രിബ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു സമയം, ഒരു ജീവിതം ആരംഭിക്കുകയാണ്, വായിക്കാൻ തുടങ്ങുക, ഒരല്പസമയം ഖുർആൻ ഓതുക. അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം സമയം പോലെ ഖുർആൻ ഒരു ജീവിത രീതിയാക്കുക. എനിക്കിപ്പ ഒരു ഖുർആൻ വാങ്ങിത്തരണം, ഇതുവരെ പറയാത്ത ഒരാവശ്യം ഉപ്പയോട്. എനിക്കുപ്പ ഖുർആൻ വേണം, എൻ്റെ സ്വന്തമായൊരു ഖുർആൻ. എവിടെൻ്റെ ഖുർആൻ ആരെടുത്ത്? താത്താൻ്റെ ഖുർആൻ, ഉമ്മാൻ്റെ ഖുർആൻ വേണ്ട, നിങ്ങളുടെ ഒരു ഖുർആൻ നിങ്ങളുടെ കൂട്ടുകാരനായി. ഈ ഖുർആൻ എന്ന് പറയുന്ന കൂട്ടുകാരനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ കൂട്ടുകാരൻ നാളെ പരലോകത്ത് വരും, നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ റബ്ബിന്റെ കോടതിയിൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അൽ ഖുർആനു ശാഫിഉൻ ലക ഔ അലൈക. നിങ്ങളുടെ കണക്ക് പുസ്തകവും നിങ്ങളുടെ സയൻസിന്റെ പുസ്തകവും നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വരില്ല. പഠിക്കേണ്ടെന്നുള്ളത് അത് വിജ്ഞാനമാണ്, അറിവൻ സമ്പാദിക്കേണ്ട ബാധ്യത നിങ്ങൾക്കറിയാം. നേരെ മറിച്ച് നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളോടൊപ്പം വരുന്നത് നിങ്ങളുടെ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനെ കയ്യിൽ വെക്കുക, ഇതെന്റെ കൂടെ നാളെ പരലോകത്ത് വരണം, എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ. അവഗണിച്ചില്ലെന്ന് ബോധ്യപ്പെടുത്താൻ പടച്ചവന്റെ കോടതിയിൽ വരുന്ന കൂട്ടുകാരനാ വിശുദ്ധ ഖുർആൻ. ആ സ്നേഹത്തോടെ ആ കിതാബിനെ കാണുക. പഠിക്കാൻ സാധിക്കുന്നിടത്തോളം പഠിക്കുക. ഒരായത്തിന്റെ അർത്ഥമെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളിൽ എത്ര പേർ അറബി ഭാഷ സ്കൂളിൽ പഠിക്കുന്നുണ്ട്? എനിക്കറിയില്ല. അറബി ഭാഷ അള്ളാഹു തന്റെ ഖുർആൻ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഭാഷയാണ്. ആ ഭാഷ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി തെരഞ്ഞെടുക്കുക. രക്ഷകർത്താക്കളോട് എനിക്ക് അപേക്ഷ, ഇന്ന് പള്ളിയിൽ സംസാരിച്ചു ഞാൻ ആ വിഷയം. നിങ്ങളെ കുട്ടികൾ നാട്ടിൽ, ഞാൻ ഒരു വാക്ക് ഏറെ പറയട്ടെ, അറബി ഭാഷ മാതൃഭാഷയല്ലാത്തൊരു നാട്ടില് സർക്കാരിന്റെ ചെലവിൽ അറബി പഠിപ്പിക്കാനുള്ള കോളേജുകൾ ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികന്മാരെ കൊണ്ട് സാധിച്ചു. സ്കൂളുകളിൽ നമ്മുടെ മക്കൾക്ക് അറബി പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് സാധിച്ചു. ലോകത്ത് പല നാടുകളിലും ഇനിയും മുസൽമാന് കിട്ടാത്ത നിഷേധിക്കപ്പെട്ട സുഖമാണിത്. നമ്മുടെ പൂർവികന്മാർ അതിനോട് കൂറും കാണിച്ചു. അവർ മക്കളെ അറബി പഠിപ്പിച്ചു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും സുഖ സൗകര്യങ്ങളും പെരുകിയപ്പോ മുസൽമാന് അല്ല മാപ്പിളക്ക് ഇന്നിപ്പോ തന്റെ മക്കൾ അറബി പഠിച്ചുകൂടാ എന്നാണ്. നിങ്ങളിൽ പലരുടെയും മക്കളുടെയും ഒന്നാം ഭാഷ രണ്ടാം ഭാഷ അറബിയല്ല, അറബി പഠിപ്പിക്കുന്നില്ല. നിങ്ങളെ തീരുമാനം എന്താണെന്നറിയോ? കുട്ടി അറബി പഠിച്ചാൽ അവൻ പുരോഗതിപ്പെടില്ല എന്നാണ്. പടച്ച റബ്ബ് അവന്റെ കിതാബ് അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ അന്നം നൽകുന്ന ഈ ഭാഷ, മുസൽമാൻ അവന്റെ ഇസ്സത്തിന്റെ മാതൃകയായി തെരഞ്ഞെടുത്ത ഭാഷ, അവന്റെ ആരാധനാദി കർമ്മങ്ങൾക്ക് മുഴുവൻ നിദാനമായി നിൽക്കുന്ന ഈ ഭാഷ, അത് പഠിച്ചാൽ നിങ്ങളുടെ മക്കളുടെ ദുനിയാവിലെ ഭാവി നശിക്കുമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ പേര് ഈമാൻ എന്നാണോ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആദർശം?